നമസ്കാരം. നമ്മുടെ യുവാക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നമായിരിക്കും ഒരുപക്ഷെ അവർക്ക് സ്വന്തമായി നല്ലൊരു ജോലിയില്ല, നല്ലൊരു വരുമാന മാർഗം ഇല്ല എന്നത്. അത്തരക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോയാണിത്. സ്വന്തമായി നിങ്ങളൊരു ജോലി ചേരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായി ഒരുപാട് അവസരങ്ങൾ, ഒന്നും രണ്ടുമല്ല 32,000 തൊഴിലവസരങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ മികച്ച തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലെവൽ 1 ശമ്പള തസ്തികയിലേക്ക് ആണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിലൂടെ ആയിരിക്കും യോഗ്യരായവരെ തിരഞ്ഞെടുക്കുക. സാങ്കേതിക വിഭാഗത്തിലെ അസിസ്റ്റന്റ് ലെവലും ട്രാക്ക് മെയിൻ്റെനർ പോലെയുള്ള തസ്തികകളിൽ ഉൾപ്പെടെ ഏതാണ്ട് 32,000-ഓളം ഒഴിവുകളാണ് ഉള്ളത്. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ തുടങ്ങിയവയിൽ അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളുമുണ്ട്. 18,000 രൂപയാണ് അടിസ്ഥാന ശമ്പളമായി വരുന്നത്. നമുക്കറിയാം, പ്രൈവറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു പാക്കേജിലായിട്ടാണ് തുടങ്ങുന്നത്. 18,000 രൂപയിലാണ് ശമ്പള സ്കെയിൽ തുടങ്ങുന്നത്. ഇതിനായി അപേക്ഷിക്കാനുള്ള പ്രായപരിധിയുണ്ട്. 2025 ജൂലൈയിൽ 18-നും 36 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം വരേണ്ടത്. കോവിഡിന് ശേഷം ഈ തസ്തികകളിലേക്കുള്ള ആദ്യ വിജ്ഞാപനമാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 വർഷത്തെ ഇളവ് ചേർത്താണ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു അപേക്ഷ മാത്രമേ അയക്കാൻ സാധിക്കുകയുള്ളൂ. വിജ്ഞാപനം 08/2024 എന്ന നമ്പറിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ജനുവരി 23 മുതൽ അപേക്ഷ ക്ഷണിച്ചു തുടങ്ങുന്നതാണ്. 23 മുതൽ ഫെബ്രുവരി 22 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അവസാന തീയതിയായത് ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, ഫെബ്രുവരി 22-ാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. ഇനി ഓരോ തസ്തികകളിലും എത്ര വീതം ഒഴിവുകൾ ഉണ്ട് എന്ന് നോക്കാം. പോയിന്റ്സ്മാൻ തസ്തികയിലേക്ക് 5058 ഒഴിവുകളാണുള്ളത്. അസിസ്റ്റന്റ്, അതായത് ട്രാക്ക് മെഷീൻ അസിസ്റ്റന്റ് ഒഴിവുകൾ തസ്തികയിലേക്ക് 799 ഒഴിവുകളുണ്ട്. ബ്രിഡ്ജ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 301 ഒഴിവുകളാണ് ഉള്ളത്. ട്രാക്ക് മെയിൻ്റെനർ ഗ്രേഡ് 4 എഞ്ചിനീയറിംഗിൽ 13,187 ഒഴിവുകളുണ്ട്. ഈ തസ്തികയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് PV വിഭാഗത്തിൽ 257 ഉണ്ട്. അസിസ്റ്റന്റ് CW വിഭാഗത്തിൽ 2,587 ഒഴിവുകളാണ് ഉള്ളത്. അസിസ്റ്റന്റ് TRD ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 1,381 ഒഴിവുകളുണ്ട്. അസിസ്റ്റന്റ് S&T വിഭാഗത്തിൽ 2,012 ഒഴിവുകളും വിളിച്ചിട്ടുണ്ട്. ഇനി അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ വിഭാഗത്തിൽ 420 ഒഴിവുകളും, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 950 ഒഴിവുകളും വിളിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 744 ഒഴിവുകളുണ്ട്. അസിസ്റ്റന്റ് TL ആൻഡ് AC വിഭാഗത്തിൽ 1041 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് TL ആൻഡ് AC വർക്ക്ഷോപ്പ് വിഭാഗത്തിൽ 624 ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക് വിഭാഗത്തിൽ 3077 ഒഴിവുകളും ഉണ്ട്. ജനുവരി 23 മുതൽ തന്നെ ഇത് സ്വീകരിച്ചു തുടങ്ങും. അപേക്ഷ സ്വീകരിച്ചു തുടങ്ങും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് ഫെബ്രുവരി 2025 22-ാം തീയതിയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി www.rrbbnc.gov.in, അതുപോലെ തന്നെ www.rrbchennai.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ www.rrbmumbai.gov.in എന്നീ വെബ്സൈറ്റുകൾ വഴി സന്ദർശിക്കാം. അപേക്ഷാ ഫീസ് ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 500 രൂപയാണ്. SC ST കാർക്ക് 250 രൂപയും ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്.